നല്ലോണം വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ വിറയൽ കണ്ടപ്പോൾ ഡേവിഡിന് സഹിക്കാൻ പറ്റിയില്ല. അത്ര ദയനീയമായിരുന്നു അവളുടെ ആ അവസ്ഥ. ഡേവിഡിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. സർ, എനിക്ക് നല്ലോണം തണുക്കുന്നുണ്ട്. വയ്യ സർ, സഹിക്കാൻ പറ്റണില്ല. ആവണി പിറുപിറുത്തു ഡേവിഡിനോട്. ഡേവിഡ് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. പുതപ്പിൻ്റെ അടിയിലൂടെ അവനും കയറി. എന്നിട്ട് അവൾ അവൻ്റെ ചൂടറിഞ്ഞതും അവനോട് ചേർന്ന് കിടന്നു. അവൾ അവനോട് അങ്ങനെ ചേർന്ന് കിടന്നപ്പോൾ അവനൊരു കുറ്റബോധം തോന്നി. താൻ ചെയ്യുന്നത് തെറ്റാണോ എന്നോർത്ത്. ഇനി ആവണി തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഒരു ഭയവും അവനുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അവളുടെ അവസ്ഥയ്ക്ക് മുമ്പിൽ ഡേവിഡിന് വലുതായിരുന്നില്ല. ഡേവിഡ് ആവണി എഴുന്നേൽക്കുന്നത് വരെ അങ്ങനെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു. അവൻ കിടന്നെങ്കിലും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം രാത്രി അവൾക്ക് എങ്ങാനും പനി കൂടിയാൽ, അവൻ ഉറക്കത്തിൽപ്പെട്ടാൽ അറിയില്ലല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു അവന്. ഡേവിഡ് അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഒരു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യമാണ് അവൻ്റെ ചൂട് പറ്റി കിടന്നുറങ്ങുന്ന ആവണിയോട് ഡേവിഡിന് തോന്നിയത്. ഒരു കാറ്റുപോലും കടക്കാത്ത വിധം അവൾ അവനോട് പറ്റിച്ചേർന്ന് കിടന്നു. അങ്ങനെ രാവിലെയായി. ആവണി മെല്ലെ ഒന്ന് കണ്ണു തുറന്നു. ഡേവിഡ് സാറിൻ്റെ നെഞ്ചിലാണ് താൻ കിടന്നുറങ്ങുന്നത് എന്നറിഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി പെട്ടെന്ന്. എന്നിട്ട് വേഗം ഒന്ന് എണിച്ചു. അവൾ ഞെട്ടുന്നത് കണ്ടപ്പോൾ ഡേവിഡ് ഒന്ന് പതറി. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവന് പേടിയായി ശരിക്കും. എടോ, രാത്രി താൻ നല്ലോണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ചേർത്ത് പിടിച്ചതാ, അല്ലാതെ വേറൊന്നുമില്ല കേട്ടോ. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പകപ്പോടെ പറഞ്ഞു. അവന് നല്ല പതർച്ചയുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടതും അവളൊന്ന് അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു. സാർ ടെൻഷൻ ആവണ്ട, ഞാൻ സാറെ തെറ്റിദ്ധരിക്കൊന്നുമില്ല. എനിക്ക് എൻ്റെ ഈ സാറെക്കുറിച്ച് നല്ലോണം അറിയാം. എനിക്ക് സാറിനെ വിശ്വാസമാണ്. സാറിന് ഒരിക്കലും എന്നെ തെറ്റായ രീതിയിൽ തൊടില്ല, എൻ്റെ അനുവാദം കൂടാതെ എന്ന് എനിക്ക് നല്ലോണം അറിയാം. സാറുടെ കയ്യിൽ ഞാനെന്നും സേഫായിരിക്കും. മറ്റാരിൽ നിന്നും എനിക്ക് കിട്ടാത്ത ഒരു സുരക്ഷിതത്വം സാറിൽ നിന്ന് എനിക്ക് കിട്ടും. ആ ഉറപ്പ് എനിക്കുണ്ട്, ആവണി ഡേവിഡിനോട് പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷമായി ഡേവിഡിന്. ഡേവിഡ് ആവണിയോട് പറഞ്ഞു, ഇതാടോ എനിക്ക് താൻ സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം, തനിക്കെന്നെ നല്ലോണം മനസ്സിലാക്കാൻ സാധിക്കും മറ്റാരേക്കാളും. എന്നാൽ ശരി, താൻ പോയി ഒന്ന് ഫ്രഷ് ആവ്. ഞാൻ തൻ്റെ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഡേവിഡ് പുറത്തേക്ക് പോയി. ഡേവിഡ് റൂമിൻ്റെ പുറത്തേക്ക് പോയതും ആവണി ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കി. തണുത്ത് വിറച്ചപ്പോൾ ഡേവിഡ് അവളെ പുതപ്പ് പുതച്ചു കൊടുത്തതും പിന്നീട് ആ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയതും ഒരു കുഞ്ഞിനെ പോലെ തന്നെ ചേർത്തു പിടിച്ചതും പുലരും വരെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളുടെ ചിന്തയിലേക്ക് കയറി വന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു കുളിരനുഭവപ്പെട്ടു. പിന്നെ ഒരു തരം നാണവും. അവൾ മനസ്സിൽ കരുതി, ഇനി എന്തൊക്കെ വന്നാലും ആർക്കു വേണ്ടിയും താൻ ഡേവിഡ് സാറിനെ വിട്ടുകളയില്ലെന്ന്. ഇനി തനിക്കെന്തെങ്കിലും മാറ്റം വന്നാലും ഡേവിഡ് സാർ തന്നെ വിട്ടു പോവില്ലെന്ന്. ആരൊക്കെ തന്നെ വിട്ടു പോയാലും ഡേവിഡ് സാർ തൻ്റെ കൂടെ എന്നും കൂട്ടായി കാണുമെന്ന് അവൾക്ക് തോന്നി. അല്പസമയത്തിന് ശേഷം ഡേവിഡ് വന്നു ഡിസ്ചാർജായെന്ന് പറഞ്ഞു. എന്നിട്ട് ആവണിയുടെ ബാഗും മറ്റും എടുത്ത് അവളുടെ കൈ പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അവളുടെ ഓരോരോ കാര്യങ്ങൾ പോലും അവൻ വളരെ ശ്രദ്ധയോടെയായിരുന്നു ചെയ്തിരുന്നത്. അവളുടെ കാര്യത്തിലുള്ള ഡേവിഡിൻ്റെ ശ്രദ്ധ കണ്ടപ്പോൾ ആവണിക്ക് ശരിക്കും സന്തോഷം കൊണ്ട് ഉള്ളിൽ നിറഞ്ഞു. ഒരു സമയം അവൾ ഏറെ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനൊരു കരുതൽ, ഇങ്ങനൊരു തലോടൽ. പക്ഷെ അത് അവളുടെ അമ്മയുടേതാണെന്ന് മാത്രം. എന്നാൽ അതെല്ലാം അപ്പോൾ അവൾക്ക് കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഡേവിഡിലൂടെ അവൾക്ക് ആവശ്യത്തിലധികമായി കിട്ടുന്നുണ്ട്. വണ്ടിയിൽ കയറുമ്പോൾ അവളുടെ ഷോൾ ഒന്ന് ചെറുതായി കാറിൻ്റെ ഡോറിൽ കുടുങ്ങി. അവൻ അതും പോലും ശ്രദ്ധയോടെയാണ് എടുത്തു മാറ്റിയത്. അങ്ങനെ കാറെടുത്ത് ആവണിയും ഡേവിഡും കൂടി വീട്ടിലേക്ക് തിരിച്ചു. അവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ മുഴുവൻ
അവളുടെ കണ്ണ് അവൻ്റെ മുഖത്തേക്കായിരുന്നു. അവൾ കണ്ണടക്കാണ്ട് അവനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് എത്തി. ഒരു ദിവസം അവളില്ലാത്ത എല്ലാ ലക്ഷണവും അവിടെ കാണാമായിരുന്നു. മുറ്റത്ത് നിറയെ ഇലകൾ വീണിട്ടുണ്ടായിരുന്നു. ഡേവിഡ് ഗേറ്റ് തുറന്ന് എന്നിട്ട് വണ്ടിയിൽ നിന്ന് ആവണിയെ പിടിച്ചിറക്കി. അവളുടെ കൈ അവൻ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോ, തൻ്റെ വീട്ടിൻ്റെ കീ എവിടെയാ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. അതില്ലേ, ആ പൂവില്ലാത്ത ചട്ടിയിലുണ്ട്, ആവണി പറഞ്ഞു. അതിനെന്താടോ അവിടെ വെച്ചിരിക്കുന്നത്? അതോ ആരെങ്കിലും വന്നിൻ്റെ വീട് കുത്തി തുറന്നാലോ, അതുകൊണ്ടാ. അതിൻ്റെ അകത്തെ വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താ അത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ? ഡേവിഡ് ചോദിച്ചു. അതോ, ഞാൻ കാണിച്ചു തരാം സാറിന്. ഉള്ളിലേക്കൊന്ന് കയറിക്കോട്ടെ, ആവണി ചിരിച്ചുകൊണ്ട് ഡേവിഡിനോട് പറഞ്ഞു. അങ്ങനെ ആവണിയും ഡേവിഡും ഉള്ളിലേക്ക് കയറി. ആവണി പതിയെ സോഫയിലിരുത്തി ഡേവിഡ്. എന്നിട്ട് ഹോസ്പിറ്റൽ സാധനങ്ങളെല്ലാം ആവണിയുടെ റൂമിൽ കൊണ്ടുവച്ചു. എന്നിട്ട് തിരിച്ച് ഹാളിലേക്ക് എത്തി. എന്നിട്ട് അവളോട് പറഞ്ഞു, ഒരു പനി വന്നപ്പോഴേക്കും താൻ ആകെ വയ്യാണ്ടായല്ലോടോ. ഇത്രയുള്ളൂ തൻ്റെ പവർ. അതിന് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നത്. ആ കോൾ ഡേവിഡ് അറ്റൻഡ് ചെയ്തു. ഹലോ, ഡേവിഡ് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചോ നിങ്ങൾ? ഡേവിഡ് ഗൗരവമേറിയ സ്വരത്തിൽ ഫോൺ വിളിച്ച ആളോട് സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരം കേട്ടപ്പോൾ ശരിക്കും ആവണിക്ക് അതിശയായി. അവൾ അതിശയത്തോടെ ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഫോൺ കട്ടാക്കിയ ശേഷം ആവണി നോക്കുന്നത് കണ്ട് ഡേവിഡ് അവളോട് ചോദിച്ചു, എന്താടോ ഇങ്ങനെ നോക്കുന്നേ? അതോ എത്ര പെട്ടെന്നാ പാവത്താൻ സാറിൽ നിന്ന് കടുവയായി മാറിയത്, അതുകൊണ്ട് നോക്കിപ്പോയതാ, ആവണി പറഞ്ഞു. ഡോ, താനും എന്നെ കടുവാന്ന് വിളിക്കുകയാണോ? ഡേവിഡ് പിരിപൊക്കി അവളോട് ചോദിച്ചു. അയ്യോ ഇല്ല സർ, ഞാൻ സാറിനെ മുഖത്ത് നോക്കി വിളിക്കോ കടുവാന്ന്? അങ്ങനെ കടുവ എന്നൊക്കെ വിളിക്കാൻ മാത്രമുള്ള ധൈര്യമുണ്ടോ എനിക്ക്? സാറിനെ അങ്ങനെ എനിക്ക് വിളിക്കാൻ സാധിക്കുമോ കടുവാന്ന്? ആവണി ഒരു കുസൃതി ചിരിയോടെ ഡേവിഡിനോട് ചോദിച്ചു. ഡോ, താൻ എന്നെ ആക്കുവാണോ ഒന്ന് നേരെയായപ്പോഴേക്കും? താനായതുകൊണ്ട് സാരല്ല, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഈ കടുവയിലേ കടിച്ചു കീറിയാനവരെ, ഡേവിഡ് പറഞ്ഞു. ഓഹോ, അപ്പം എനിക്കെന്തും വിളിക്കാവോ? ആവണി ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ വിളിച്ചോ, പക്ഷെ അത് നമ്മൾ മാത്രമുള്ള സമയത്ത് ആയിരിക്കണമെന്ന് മാത്രം, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. അല്ല, തനിക്ക് എന്നെ എന്ത് വിളിക്കാനാ ആഗ്രഹം? ഡേവിഡ് കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചു. അത് ഞാൻ ചുമ്മാ ചോദിച്ചതാ സർ. ചുമ്മാ ആണെങ്കിലും ഈ സാറ് വിളി മാറ്റണം. അതിനു പകരം എന്താ വിളിക്കേണ്ടതെന്ന് ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ എന്ന് ആവണിയോട് ഡേവിഡ് പറഞ്ഞു. അവൻ്റെ മുഖത്ത് നല്ല കളലക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ശരി എന്നാൽ ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ഡേവിഡ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോയി. ഈ സാർ എങ്ങോട്ടാ പോയേ? ചിലപ്പോൾ വാഷ്റൂമിലേക്ക് ആയിരിക്കും, ആവണി വിചാരിച്ചു. ഡേവിഡ് പോയി കുറച്ച് സമയത്തിന് ശേഷം അടുക്കളയിൽ നിന്ന് വല്ലാത്തൊരു സൗണ്ട് കേട്ടു. ആവണി ആ സൗണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി പതിയെ അടുക്കളയിലേക്ക് നടന്നു. അവൾക്ക് നടക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. പനിയുടെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്നാലും അവൾ പതിയെ നടന്നു അടുക്കളയിലേക്ക് ചെന്നു. അവൾ കിച്ചണിൽ എത്തിയപ്പോൾ കണ്ടത് അവൾക്ക് വേണ്ടി ചായ ഇടുന്ന ഡേവിഡിനെ ആയിരുന്നു. അയ്യോ സാറെന്താ ഇതൊക്കെ ചെയ്യുന്നേ? ഇവിടെ വെച്ചേക്ക്, ഞാൻ ചെയ്തോളാം, ആവണി ഡേവിഡിനോട് പറഞ്ഞു. അതെന്താടോ എനിക്ക് ചെയ്താൽ കുഴപ്പം? ഞാൻ ചെയ്തോളാം. വയ്യാത്ത താൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? പോയി ഹോളിലേക്ക് ഇരിക്കി. ഇല്ല, ഞാൻ ചെയ്തോളാം സർ, ആവണി വീണ്ടും അവനോട് പറഞ്ഞു. എടോ, എന്നെ ദേഷ്യം പിടിപ്പിക്കലേ. പിടിപ്പിച്ചാലുണ്ടല്ലോ തന്നെ പൊക്കിയെടുത്ത് ഞാൻ ഹോളിലേക്ക് കൊണ്ടിരുത്തും. ഇനിയും ഇവിടെ നിന്നാ ഡേവിഡ് സർ പറഞ്ഞ പോലെ ചെയ്യുന്നു അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഡേവിഡിനെ ഒന്ന് നോക്കി. എന്നിട്ട് വേണ്ട സർ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് പതിയെ തിരിഞ്ഞു നോക്കി ഹോളിലേക്ക് പോയി. അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് പോകുന്ന ആവണിയെ കണ്ട് ഡേവിഡ് ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡേവിഡ് 2 ചായക്കപ്പും കൊണ്ട് ഹാളിലേക്ക് വന്നു. ഒന്ന് ആവണിക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി കുടിച്ചു. അപ്പോഴാണ് അഞ്ജു ആവണിയെ വിളിക്കുന്നത്. ആവണി ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഔസേ, എങ്ങനെയുണ്ടടാ നിനക്ക്? അഞ്ജു ആവണിയോട് ചോദിച്ചു.
കുഴപ്പമില്ലടാ. നീ ഓഫീസിലാണോ? ആടാ, നീ ഇല്ലാതെ ഓഫീസ് ഭയങ്കര ബോറാടി. ആ പിന്നില്ലേ, ഡേവിഡ് സാറും വന്നിട്ടില്ലെന്ന്. ആ പുള്ളിക്ക് വല്ല ഇമ്പോർട്ടൻ്റ് വർക്കും കാണും, അഞ്ജു ആവണിയോട് പറഞ്ഞു. അഞ്ജു അത് പറഞ്ഞപ്പോൾ ആവണി ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കി നേരെ, എന്നിട്ട് ചിരിച്ചു. ഡേവിഡും അവളെ നോക്കി ഒന്ന് കണ്ണിറക്കി. ഇവരുടെ ഈ സംഭാഷണങ്ങൾ ഡേവിഡും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എടാ, ഞാൻ അങ്ങോട്ട് വരട്ടെ? അഞ്ജു ആവണിയോട് ചോദിച്ചു. അത് ഈ ഫോൺ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡ് വേണ്ട എന്ന് പറയാൻ ആംഗ്യം കാണിച്ചു. അഞ്ജു, വേണ്ടടാ, കുഴപ്പമില്ല. എടി, നിനക്ക് ഒറ്റയ്ക്ക് ഈ അവസ്ഥയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? അഞ്ജു വീണ്ടും അവളോട് ചോദിച്ചു. അപ്പോഴേക്കും ഡേവിഡ് അവളുടെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങി. ഹലോ അഞ്ജന. ഡേവിഡിൻ്റെ സൗണ്ട് കേട്ടതും അഞ്ജു ഒരു നിമിഷം സ്റ്റക്കായി. ഇവിടെ എന്താ നടക്കുന്നേ എന്നറിയാതെ പാവം. അവൾ ഹലോ എന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ഡേവിഡാണ്. ആവണിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടടാ. താൻ ടെൻഷൻ അടിക്കണ്ട. തൻ്റെ ഫ്രണ്ടേ എൻ്റെ കയ്യിൽ സേഫാണ്, ഡേവിഡ് പറഞ്ഞു. ഞാൻ ആവണിക്ക് ഫോൺ കൊടുക്കാവേ എന്ന് പറഞ്ഞിട്ട് ആവണിക്ക് ഫോൺ കൊടുത്തു. ആവണി ഹലോ പറഞ്ഞതും അഞ്ജു 100 ചോദ്യങ്ങൾ അവളോട് ചോദിക്കാൻ തുടങ്ങി. എടി പെണ്ണെ, എന്താ അവിടെ നടക്കുന്നേ? ഡേവിഡ് സാറല്ലേ അത്? ഡേവിഡ് സാറ് നിൻ്റെ ഒപ്പമാണോ? അപ്പോൾ പുള്ളി ഇന്നലെ വീട്ടിൽ പോയില്ലേ? അല്ല, സാറ് നിൻ്റെ വീട്ടിലേക്ക് വന്നോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അഞ്ജു ചോദിച്ചു. ആവണിക്ക് ഡേവിഡ് മുമ്പിൽ വെച്ച് അതിന് മറുപടി പറയാൻ പറ്റിയില്ല. എന്ത് പറയണമെന്ന് സത്യത്തിൽ അവൾക്ക് അറിയില്ല. അവൾ ഒരു ചമ്മലോടെ ഡേവിഡിനെ നോക്കി. അവളുടെ ആ നോട്ടം കണ്ടിട്ട് ഡേവിഡ് ഒന്ന് ചിരിച്ചു. അവന് കാര്യം എന്താണെന്ന് മനസ്സിലായി. എന്താടോ, എന്തൊക്കെ സംശയങ്ങളാണ് തൻ്റെ ഫ്രണ്ട് തന്നോട് ചോദിക്കുന്നേ? ഡേവിഡ് ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു. ഞാൻ റിപ്ലൈ കൊടുക്കണോ? അവനത് ചോദിച്ചതും അവൾ മനസ്സിൽ പിറുപിറുത്തു. ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്ന കണ്ടില്ലേ, കള്ളൻ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ കൃഷ്ണ. സാറേ, ഞാൻ തന്നെ അവൾക്ക് റിപ്ലൈ കൊടുക്കാം എന്ന് ഡേവിഡിനോട് പറഞ്ഞ ശേഷം അഞ്ജുസിനോട് പറഞ്ഞു. എടാ, ഞാനേ ഫോൺ കട്ട് ചെയ്യാം, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ആവണി ഫോൺ കട്ട് ചെയ്ത് കുറച്ചു നേരം ആയപ്പോഴേക്കും ഡേവിഡിൻ്റെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങി. അവനത് മനഃപൂർവ്വം കട്ട് ചെയ്തു. അത് ആവണി ശ്രദ്ധിച്ചു കേട്ടോ. എന്തു പറ്റി സാർ? കുറേ നേരമായല്ലോ ഫോൺ അടിക്കാൻ തുടങ്ങിയിട്ട്. സാർ എന്താ അത്ര നേരമായിട്ട് അറ്റൻഡ് ചെയ്യാത്തെ? ആവണി ചോദിച്ചു. അത് കാര്യമില്ലടാ. താൻ ഇല്ലാത്തതുകൊണ്ട് തൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് ആ പ്രിയയാണ്. അവൾ വെറുതെ വിളിച്ച് എന്നെ ശല്യം ചെയ്യാം. ഓരോ നിസാര ഡൗട്ട് ചോദിക്കണം. എത്ര പറഞ്ഞു കൊടുത്തിട്ടോ ആ ഇഡിയറ്റിന് മനസ്സിലാവുന്നില്ല. ഡേവിഡ് ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. ആണോ? അത് PR കൺസ്ട്രക്ഷൻ്റെ ഫയലാണോ സാർ? അത് നെക്സ്റ്റ് വീക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ? അതേടോ, അതന്നെയാ. ആണോ? എന്നാൽ സാർ പോയി ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ആ പ്രൊജക്റ്റ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ലേ? ആവണി പറഞ്ഞു. എടോ, അത് ഞാൻ പോയാ താൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തു ചെയ്യും? ഡേവിഡ് ചോദിച്ചു. അത് പറഞ്ഞിട്ട് സാർ 6 ദിവസം എൻ്റെ ഒപ്പിരിക്കുമോ? താൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും ചിലപ്പോൾ. ആണോ? എന്നാലേ ഞാൻ സ്പെഷ്യലാണെന്ന് പറഞ്ഞില്ലേ സാർ, അതിൻ്റെ എക്സ്പ്ലനേഷൻ തായോ, എന്നിട്ട് ഞാൻ ആലോചിക്കാം ഇവിടെ വേണോ വേണ്ടയോ എന്ന്. ആവണി ചിരിച്ചുകൊണ്ട് ഡേവിഡിനോട് പറഞ്ഞു. അയ്യടാ, അപ്പോൾ തനിക്ക് എൻ്റെ വായിൽ നിന്ന് അത് കേൾക്കാൻ ആഗ്രഹമുണ്ടല്ലേ? പക്ഷേ എനിക്കിപ്പോൾ അത് പറയാനേ മനസ്സില്ലടോ, ആവണിയോട് ഡേവിഡ് പറഞ്ഞു. ഓഹോ, എന്നാലേ സാറ് പൊക്കോ, ഞാനിവിടെ ഇരുന്നോളാം. എടോ, അത് സാറേ, എനിക്ക് ചെറിയൊരു പനിയാ, വല്ല മാരക സുഖമൊന്നും അല്ല. സാറിൻ്റെ ഈ കാണിക്കൽ കണ്ടാൽ തോന്നി എനിക്കെന്തോ വലിയ അസുഖമാണെന്ന്. ചെറിയൊരു പനി വന്നു, അതത്രേ ഉള്ളൂ, ആവണി പറഞ്ഞു. തനിക്കിപ്പം നിസ്സാരം. ആ ചെറിയ പനിയുടെ എഫക്റ്റ് ഞാൻ ഇന്നലെ കണ്ടു. തണുത്ത് വിറച്ചിട്ട് ഒരു പരുവായി. മനുഷ്യനാകെ ടെൻഷൻ അടിച്ച് വല്ലാണ്ടായി, ഡേവിഡ് പറഞ്ഞു. അതിന്നലെയല്ലേ, ഇനി സാറിന് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. സാർ ഇപ്പോൾ പൊക്കോ, എന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് വായോ, ആവണി പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് ഇറങ്ങി.
ഡേവിഡിനോട് പൊക്കോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ പോയ ശേഷം ആവണിക്ക് ആകെ ഒരു ശൂന്യത പോലെ തോന്നി. അവൻ്റെ പ്രസൻസ് അവൾ വല്ലാതെ ആഗ്രഹിക്കാൻ തുടങ്ങി. അവൻ പോയി കുറച്ചായപ്പോഴേക്കും അവൾക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാറിൻ്റെ ഹോണിൻ്റെ സൗണ്ട് അവൾ കേട്ടത്. അവൾ ഉമ്മറത്തേക്ക് എത്തി. അപ്പോൾ ദാ പോയ ഡേവിഡ് സാർ 5 മിനിറ്റ് ആകുമ്പോഴേക്കും തിരിച്ചെത്തിയിരിക്കുന്നു. ഡേവിഡ് സാറിൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളെ കണ്ടതും ആവണിയുടെ മുഖമാകെ മാറിപ്പോയി. ബാക്കി എന്താ നടന്നതെന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. പിന്നെ ഈ കഥയിൽ ആരാ വില്ലൻ എന്ന് ഒന്ന് ഗസ് ചെയ്യൂ കമൻറ്റ് ബോക്സിൽ. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.